അടുത്തത് വിഭക്ത്യാഭാസം. വിഭക്ത്യാഭാസം എന്ന് പറഞ്ഞാൽ വിഭക്തിയുടെ അർത്ഥം ലഭിക്കുന്നതും എന്നാൽ എല്ലാ നാമശബ്ദങ്ങളുടെയും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുമായ ശബ്ദങ്ങളെയാണ് വിഭക്ത്യാഭാസം എന്ന് പറയുന്നത്. അതായത് ആധാരികയുടെ പ്രത്യേകമായ കൽ എന്നത് നമുക്ക് എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. രാമങ്കൽ പോലുള്ള ചില അപൂർവം പദങ്ങളിൽ മാത്രമാണ് നമുക്ക് കൽ എന്നുള്ള പ്രത്യേകം ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ഒന്നിലേറെ വിഭക്തികൾ വരുന്നത് വിഭക്ത്യാഭാസമാണ്. അപ്പം കാട്ടിലെ എന്നതിൽ ഇൽ, എ എന്നിങ്ങനെ ഒന്നിലേറെ വിഭക്തികൾ ചേർന്ന് വന്നിരിക്കുന്നു. അപ്പം ഇങ്ങനെ വിഭക്തിയുടെ അർത്ഥം ലഭിക്കുന്നതും എന്നാൽ എല്ലാ നാമപദങ്ങളുടെയും കൂടെ ചേർക്കാൻ പറ്റാത്തതുമാണ് വിഭക്ത്യാഭാസം എന്ന് പറയുന്നത്. അപ്പം എല്ലാ നാമപദങ്ങളുടെയും കൂടെ ചേർക്കാൻ പറ്റും. ആധാരികയുടെ കൽ എന്ന പ്രത്യയം എല്ലാ നാമപദങ്ങളുടെയും കൂടെ നമുക്ക് ചേർക്കാൻ കഴിയുന്നില്ല. അതുപോലെ ചില പ്രത്യയങ്ങൾ, ചില ശബ്ദങ്ങളിൽ ഒന്നിലേറെ വിഭക്തി പ്രത്യയങ്ങൾ ചേർന്ന് വരാറുണ്ട്. ഇപ്പോൾ കാട്ടിലെ എന്ന ശബ്ദത്തിൽ, കാട്ടിലെ എന്ന പദത്തിൽ ഇൽ, എ എന്നിങ്ങനെ രണ്ട് പ്രത്യയങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നു. ഇത്തരം ശബ്ദങ്ങൾക്കാണ് നമ്മൾ വിഭക്ത്യാഭാസം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് സമാസത്തിനെ പറ്റി നോക്കാം. അപ്പം നമ്മൾ എനിക്ക് തലയിൽ വേദനയാണെന്ന് നമ്മൾ ഒരാളോട് പറയാറില്ല, നമ്മൾ തലവേദന എന്നാണ് പറയാറുള്ളത്. അതുപോലെ ആനയുടെ കൊമ്പ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ആനക്കൊമ്പ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആനയുടെ കൊമ്പ് എന്നത് നമ്മൾ സൗകര്യത്തിനായിട്ട് ആനക്കൊമ്പ് എന്ന് ചേർത്ത് ഉപയോഗിക്കുന്നു. തലയിലെ വേദന തലവേദനയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ തലയിലെ വേദന തലവേദനയാകുമ്പോഴും ആനയുടെ കൊമ്പ് ആനക്കൊമ്പ് എന്നാകുമ്പോഴും ഉള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ വിഭക്തി പ്രത്യയങ്ങളെ ഉടെ, ലെ എന്നിങ്ങനെ ഈ വിഭക്തി പ്രത്യയങ്ങളെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇതിനെ ചേർത്ത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വിഭക്തി പ്രത്യയങ്ങളെ ഒഴിവാക്കിയിട്ട് ഒന്നിലധികം പദങ്ങളെ ഒറ്റ പദമാക്കുന്നതിനാണ് സമാസം എന്ന് പറയുന്നത്. വിഭക്തി പ്രത്യയങ്ങളെ ഒഴിവാക്കി ഒന്നിലധികം പദങ്ങളെ ഒറ്റ പദമാക്കുന്നതിനാണ് സമാസം എന്ന് പറയുന്നത്. സമാസം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമാസം ഉപയോഗിക്കുന്നത്. വിഭക്തി പ്രത്യയങ്ങൾ ഒഴിവാക്കിയിട്ട് പദങ്ങളെ ചേർത്ത് ഉപയോഗിക്കുന്നതിനാണ് സമാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് വിഗ്രഹിക്കുന്ന പദങ്ങളിൽ ഇങ്ങനെ ആദ്യത്തെ പദത്തിന് തല എന്നത് ആദ്യത്തെ പദമാണ്, വേദന എന്നത് രണ്ടാമത്തെ പദമാണ്. അപ്പോൾ ആദ്യത്തെ പദത്തിന് പൂർവ്വപദമെന്നും രണ്ടാമത്തെ പദത്തിന് വേദന എന്നതിന് ഉത്തരപദം എന്നും നമ്മൾ പറയുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ വിവരിക്കുമ്പോൾ കിട്ടുന്ന പദത്തിനാണ് നമ്മൾ വിഗ്രഹം എന്ന് പറയുന്നത്. തലവേദന എന്ന സമസ്ത പദത്തിന് നമ്മളതിനെ വിവരിച്ച് പറയുമ്പോൾ കിട്ടുന്നത് തലയിലെ വേദന എന്നാണ്. അപ്പോൾ ഇതിനാണ് വിഗ്രഹം എന്ന് പറയുന്നത്. വിഗ്രഹത്തിൽ പൂർവ്വപദവും ഉത്തരപദവും ഉണ്ട്. പൂർവ്വപദം ആദ്യത്തേതും ഉത്തരപദം രണ്ടാമത്തെ പദവുമാണ്. ഇപ്പോൾ വിഭക്തിയിൽ സമാസത്തിൽ നമ്മൾ ആദ്യം പറയുന്നത് തത്പുരുഷ സമാസത്തിനെ പറ്റിയിട്ടാണ്. ഉത്തരപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് തത്പുരുഷ സമാസം. ഉത്തരപദം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദം. അപ്പം അതിന് പ്രാധാന്യം വരുന്ന സമാസമാണ് തത്പുരുഷ സമാസം. ഇപ്പോൾ സൂര്യകിരണം എന്ന പദത്തിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ സൂര്യൻ്റെ കിരണം എന്നാണ് വിഗ്രഹിക്കുന്നത്. അതിൽ കിരണം എന്നത് ആണ് ഉത്തരപദം. അതിനാണ് ഈ വാക്യത്തിൽ പ്രാധാന്യം. കിരണം എന്ന ഉത്തരപദത്തിനാണ്. ഉത്തരപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് തത്പുരുഷ സമാസം. ഇപ്പോൾ വിഭക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ തത്പുരുഷ സമാസം നമ്മൾ വീണ്ടും 7ആയിട്ട് തിരിക്കുന്നുണ്ട്. വിഭക്തിയുടെ അടിസ്ഥാനത്തിൽ തത്പുരുഷ സമാസം 7ആയിട്ട് തിരിയുന്നു. അപ്പോൾ തത്പുരുഷ സമാസം വിഭക്തിയുടെ അടിസ്ഥാനത്തിൽ 7ആയിട്ട് തിരിയും. അപ്പോൾ അതിലാദ്യം നമ്മൾ നോക്കുന്നത് നിർദ്ദേശിക തത്പുരുഷൻ. ഇപ്പോൾ കേരളദേശം എന്നതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ കേരളം എന്ന ദേശം എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? കേരളദേശം കേരളം എന്ന ദേശം എന്ന് വിഗ്രഹിക്കപ്പെടുന്നു. അത് ഗംഗാ നദി ഗംഗ എന്ന നദി. കേരളദേശം കേരളം എന്ന ദേശം എന്ന് വിഗ്രഹിക്കുന്നു. ഗംഗാ നദി ഗംഗ എന്ന നദി. അപ്പോൾ ഇതിൽ രണ്ടിലും കേരളം ഗംഗ എന്നീ പദങ്ങൾ നിർദ്ദേശിക വിഭക്തിയിലാണുള്ളത്. നിർദ്ദേശിക വിഭക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ പ്രത്യയങ്ങളൊന്നും ചേർക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന വിഭക്തിയാണ് നിർദ്ദേശിക വിഭക്തി. ഈ കേരളം എന്ന ദേശം ഗംഗ എന്ന നദി ഈ രണ്ട് വാക്യങ്ങളിലും കേരളം ഗംഗ എന്നീ പദങ്ങൾ
നിർദ്ദേശിക വിഭക്തിയിലാണുള്ളത്. അതിൻ്റെ കൂടെ പ്രത്യയങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമാസം നിർദ്ദേശിക തത്പുരുഷനാണ്. അടുത്തത് പ്രതിഗ്രാഹിക തത്പുരുഷൻ. പ്രതിഗ്രാഹിക തത്പുരുഷൻ. പ്രതിഗ്രാഹിക തത്പുരുഷൻ്റെ പ്രത്യേകത വിഗ്രഹത്തിൽ എ എന്ന പ്രത്യയം ചേർന്ന് വരുന്നതാണ് പ്രതിഗ്രാഹിക തത്പുരുഷൻ. വിഗ്രഹിക്കുമ്പോൾ എ എന്ന പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം എ ആണ്. രാമനെ എന്നിങ്ങനെ എ ആണ് നിർദ്ദേശിക പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം. അപ്പോൾ നമ്മൾ കാലിമേക്കൽ എന്നൊരു പദം അത് വിഗ്രഹിക്കുമ്പോൾ കാലിയെ മേക്കൽ എന്നാണ് നമ്മൾ വിഗ്രഹിക്കുന്നത്. ദൂരക്കാഴ്ച, ദൂരത്തെ കാഴ്ച. ദൂരക്കാഴ്ച, ദൂരത്തെ കാഴ്ച എന്നും കാലിമേക്കൽ, കാലിയെ മേക്കൽ എന്നുമാണ് നമ്മൾ വിഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം എന്ന് പറയുന്നത് എ ആണ്. കാലിയെ മേക്കൽ എന്നുള്ളത് എ, ദൂരത്തെ എ എന്നിങ്ങനെ പ്രതിഗ്രാഹിയുടെ പ്രത്യയമാണ് ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രതിഗ്രാഹിക തത്പുരുഷൻ എന്നത് എ എന്ന വിഭക്തി പ്രത്യയം ചേർന്ന് വരുന്നത് പ്രതിഗ്രാഹിക തത്പുരുഷൻ എന്ന സമാസമാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സംയോജിക തത്പുരുഷൻ. സംയോജിക തത്പുരുഷൻ്റെ സമാസം, സംയോജിക തത്പുരുഷൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് ഓട് എന്നതാണ്. അപ്പോൾ സംയോജിക വിഭക്തിയുടെ പ്രത്യയം ഓട് ആണ്. ഇപ്പോൾ രാമനോട്, സീതയോട് എന്നിങ്ങനെ ഓട് ആണ് ഈ വിഭക്തിയുടെ സംയോജിക വിഭക്തിയുടെ പ്രത്യയം. സംയോജിക തത്പുരുഷനിൽ പ്രത്യയമായി വരുന്നത് ഓട് എന്നതാണ്. ഇപ്പോൾ സഹോദര സ്നേഹം എന്നൊരു പദം, സഹോദര സ്നേഹം എന്ന പദത്തിനെ നമ്മൾ വിഗ്രഹിക്കുന്നത് സഹോദരനോട് സ്നേഹം എന്നാണ്. രാജ്യസ്നേഹം എന്ന പദം രാജ്യത്തോട് സ്നേഹം. സംയോജിക തത്പുരുഷൻ എന്ന സമാസത്തിൻ്റെ പ്രത്യയം ഓട് ആണ്. സഹോദര സ്നേഹം, സഹോദരനോട് സ്നേഹം, രാജ്യസ്നേഹം, രാജ്യത്തോട് സ്നേഹം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഉദ്ദേശിക തത്പുരുഷൻ. ഉദ്ദേശിക തത്പുരുഷൻ. ഉദ്ദേശിക തത്പുരുഷൻ്റെ പ്രത്യയം ക, ഇതാണ് ഉദ്ദേശിക തത്പുരുഷൻ്റെ പ്രത്യയം. ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയമായ ക ആണ് ഉദ്ദേശിക തത്പുരുഷൻ്റെ പ്രത്യയമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹോമപുര എന്ന പദം, ഹോമപുര എന്ന പദം ഹോമത്തിനുള്ള പുര എന്നാണ് നമ്മൾ വിഗ്രഹിക്കുന്നത്. ഹോമപുര എന്നത് ഹോമത്തിനുള്ള പുര എന്നാണ് വിഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യയം ആണ്. അവിടെ ന എന്നതിൽ ചേർന്ന് വരുന്ന ആണ് അവിടെ പ്രത്യയമായിട്ട് വരുന്നത്. പിതൃതർപ്പണം എന്ന വേറൊരു, പിതൃതർപ്പണം എന്ന വേറൊരു വാക്ക്. പിതൃതർപ്പണം പിതൃക്കൾക്കുള്ള തർപ്പണം എന്നാണ് വിഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ പിതൃക്കൾക്ക് ക്ക് എന്ന പ്രത്യയം വന്നിരിക്കുന്നു.
അതുപോലെ ഹോമപുര എന്നതിൽ എന്ന പ്രത്യയം ന് എന്ന ശബ്ദത്തിനോട് ചേർന്ന് എന്ന പ്രത്യയം വന്നിരിക്കുന്നു. ഉദ്ദേശിക തത്പുരുഷൻ്റെ പ്രത്യയം എന്നതാണ്. ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയമായ ആണ് ഉദ്ദേശിക തത്പുരുഷൻ എന്ന സമാസത്തിൻ്റെ പ്രത്യയമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്.